الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ ഓതി വച്ച ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സാധിക്കുന്നയത്ര സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ജുമാ ഖുതുബകളിലൂടെ നമ്മൾ അത്തരത്തിലൊരു വിഷയം തുടർച്ചയായി ചർച്ചക്കെടുക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ നിരന്തരം പള്ളികളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്.
പള്ളികളുമായി ബന്ധം സ്ഥാപിക്കാത്ത വിശ്വാസികൾ വളരെ കുറവായിരിക്കും. ഒരൽപ്പം പരലോക ബോധവും ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവും നേടിയെടുക്കുന്ന ഏതൊരു മനുഷ്യനും പള്ളികളുമായി ബന്ധമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ധാരാളം പ്രതിഫലങ്ങളുണ്ട്. നമ്മളിൽ പല ആളുകളും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസാജിദുഹ, പള്ളികളാണ് എന്നാണ്. അപ്പോൾ ഈ ദുനിയാവിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം പലതരത്തിലുള്ള കാഴ്ചകളുണ്ട്, പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ സൃഷ്ടിച്ച ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രദേശമാണ്, അഥവാ നമ്മളിരിക്കുന്ന ഈ ഇടമാണ്, പള്ളികളാണ്. ഇത് സ്വഹീഹായ ഹദീത്താണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഇടം, ഇഷ്ടമില്ലാത്ത ഇടം അതേതാണത്? അങ്ങാടികളാണ്. അപ്പോൾ ഈ ഹദീത്ത് കേൾക്കുന്ന ഒരു വിശ്വാസി ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നിരിക്കാനാണോ, അള്ളാഹു വെറുക്കുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കാനാണോ കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളികളാണ്. ആ പള്ളികളിൽ വന്നിരിക്കുന്നതിന് മഹത്വമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്, നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്നാൽ അങ്ങാടികളെ സംബന്ധിച്ച് സാധാരണ പറയാറുള്ളത്, അങ്ങാടികളിലേക്ക് ആദ്യം എത്തുന്നത് പിശാചും അവിടെ നിന്ന് അവസാനം പോരുന്നത് പിശാചുമാണ് എന്നാണ്. ഇത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതവരുടെ മഈഷത്തിൻ്റെ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണ് കച്ചവടം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങാടി എന്ന് പറയുന്നത് മോശമായ സ്ഥലമല്ല. അങ്ങാടിയിൽ ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ട്, അവിടെ ഒരുപാട് അനുഗ്രഹീതമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ അകാരണമായി, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ വെറുതെ അവൻ്റെ സമയം അങ്ങാടികളിൽ വിനിയോഗിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല എന്ന് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ വെറുതെ അങ്ങാടിയിൽ പോയി ഇരിക്കുന്ന ശീലമുണ്ട് എങ്കിൽ അതത്ര നല്ല സ്വഭാവമല്ല എന്നാണ് ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ്. അപ്പം എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കുറച്ചൊക്കെ പള്ളികളിൽ വന്നിരിക്കാൻ, പള്ളികളിൽ വന്ന് ദിക്റുകളിൽ മുഴുകാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മൻ ബന മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹുല്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ഈ ഹദീസ് പല റിവായത്തിൽ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഹദീസിലെ വാചകം? ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി, ഒരു പള്ളി ഒരാൾ നിർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആ പള്ളി അയാൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചാണ്, അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ്, മറ്റൊരു ലക്ഷ്യവും അയാൾക്കില്ല. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ, നമുക്ക് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനം നിർമ്മിച്ചാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും. എല്ലാവർക്കും ഒരു പക്ഷേ സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യന്മാരും പള്ളി ഉണ്ടാക്കാൻ പ്രാപ്തരായ കഴിവുള്ള ആളുകളാണ് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ പള്ളി ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും അത്തരത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യണം? അവരാലോചിക്കണം, നാളെ സ്വർഗത്തിൽ എനിക്കൊരു വീട് ലഭിക്കാനുള്ള വഴിയാണ് ദുനിയാവിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക എന്നത് വലിയ പുണ്യമാണ്, വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ സഗീറൻ കാന ഔ കബീറൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പള്ളി എന്ന് പറയുമ്പോൾ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന നിയമമൊന്നുമില്ല. ഹദീസിലെ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ സഗീറൻ, ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയത് ഒരാൾ, ഒരു സഗീറായ ഒരു ചെറിയ പള്ളി. ഒരാൾക്ക് എങ്ങനെയുള്ള പള്ളിയാണോ നിർമ്മിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളൊരു പള്ളി ഒരാൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരാൾ വലുതുണ്ടാക്കി, അയാളുടെ സാധ്യമായ രീതിയിൽ അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളാവണം, നമ്മുടെ ചിന്തയിൽ സ്ഥാനമുണ്ടാകേണ്ട വിഷയമാണ്. സാധ്യമാകുന്ന സമയത്ത് ഒരു പള്ളി ഉണ്ടാക്കണം, ഒരു പള്ളി നിർമ്മിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കാരണം എന്താ? അത്തരം ഒരു പരിശ്രമത്തിൽ നമ്മൾ വിജയിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം സ്വർഗീയമായ ലോകത്തൊരു വീടാണ്. സ്വർഗീയമായ ലോകത്തൊരു വീടാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയെത്ര പള്ളികളുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന എത്രയോ പള്ളികൾ. ബാങ്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പള്ളികളിൽ നിന്നാണ്. ആരാണ് ഈ പള്ളികൾ ഉണ്ടാക്കിയത്? ആ പള്ളികൾ ഉണ്ടാക്കിയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. ഒരുപക്ഷെ നമുക്ക് സ്വന്തമായൊരു പള്ളി ഉണ്ടാക്കാൻ സാധ്യമല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും എന്തു വേണം? ഏതെങ്കിലും ഒരു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടമായ പള്ളി നിർമ്മിക്കാൻ, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ അവർ അന്വേഷിച്ച് നടക്കണം ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുക. എത്രയെത്ര പള്ളികളാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വലിയ വലിയ പള്ളികൾ. വിദേശത്തുള്ള സഹോദരങ്ങൾ, അറബ് സഹോദരങ്ങൾ അവർ നിർമ്മിച്ച പല പള്ളികളും നമുക്കറിയാം. ഇന്നതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ആളുകൾ തന്നെ പള്ളികൾ നിർമ്മിക്കുന്ന, വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും സാധ്യമായ രീതിയിൽ പള്ളികൾ ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പള്ളികളുമായി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളിൽ നമ്മുടേതായൊരു വിഹിതമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഒരു പള്ളിയുണ്ട്. ഒരു സഹോദരനാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത്. അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് അയാൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു എമൗണ്ട്, വലിയൊരു സംഖ്യ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വന്നു. ഇപ്പോഴും ഇതുണ്ടാക്കിയ ആളുകൾ അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയാണ് നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ജോലികളുടെ ബാക്കിയുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളം ഈ പള്ളിയുടെ ചുറ്റുമുള്ള വർക്കുകൾ നടത്താൻ ബാക്കിയാണ്. ഒന്നുകിൽ നമുക്ക് സഹായിക്കാം, നമുക്ക് പരിചയമുള്ള ആളുകളോട് നമുക്ക് പറയാം, വരാൻ പോകുന്ന റമദാനിൻ്റെ മുൻപ് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മളിവിടെയുള്ള ആളുകളാണ്, നമുക്കെല്ലാം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുൻപിലൊരു വഴിയുണ്ട്. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് സഹായിക്കാനും അതുമായി ഇടപെടാനും നമുക്കൊരവസരമുണ്ട്. നമുക്ക് കഴിയില്ല, നമുക്കറിയുന്ന ആളുകളോട് പറയാം, നമ്മുടെ മക്കളോട് പറയാം, അതിൻ്റെ പ്രതിഫലം നമുക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ പള്ളി നിർമ്മിക്കുക എന്നുള്ളത്, പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദീനത്തെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രവാചക തിരുമേനി സ്വഹാബികളോടുള്ള ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ സ്വഹാബ, ആരാണ് എൻ്റെ ഈ പള്ളി ഒന്ന് വിശാലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ 3ാമത്തെ ഖലീഫയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളെ വിവാഹം കഴിച്ച് ആ മകൾ മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ തൻ്റെ 2ാമത്തെ മകളെയും വിവാഹം ചെയ്തു കൊടുത്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. മസ്ജിദുൻ നബവിയുടെ വിപുലീകരണം നടത്തണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചപ്പോൾ അതേറ്റെടുത്ത, അതിന് മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്ക് മാതൃകയാണിത്. ഞാൻ പറയുന്നത്, നമുക്ക് സമ്പത്ത് കൊണ്ട് ഒരുപക്ഷെ എല്ലാ നിലക്കും ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ പോലും അവന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനസ്സിലായില്ലേ? ഞാൻ പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായൊരു സാഹചര്യം എത്തുമ്പോൾ ഞാനൊരു പള്ളി നിർമ്മിക്കണമെന്നൊരാൾ ആഗ്രഹിച്ചു, എന്നിട്ട് അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷെ അയാൾ പരാജയപ്പെട്ടു.
അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് പള്ളി നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞത് അയാൾക്കൊരു പള്ളി നിർമ്മിച്ച പ്രതിഫലമുണ്ട് എന്നാണ്. അയാൾ പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല. പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. നല്ല ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി അയാൾ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നില്ല. അള്ളാഹുവിൻ്റെ ഖദർ ഉണ്ടായില്ല. എങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ നമ്മുടെ ആലോചനകൾ ഉണ്ടാകണം. അത്തരം ചിന്തകളൊക്കെ നമ്മൾ നടത്തണം. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ഏത് സമയവും നമ്മളൊക്കെ വീണുപോകാം. നമ്മുടെ റൂഹ്, നമ്മുടെ ജീവൻ അവസാനിക്കാം. ആ ജീവിതത്തിൻ്റെ അപ്പുറം മരണം സംഭവിച്ചതിൻ്റെ അപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ ഒറ്റക്കുള്ളൊരു ജീവിതമാണ്. അവിടെ നമുക്ക് കൂട്ടിനുണ്ടാവുക ദുനിയാവിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, നന്മകളാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന സമയങ്ങളിൽ നന്മകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പള്ളികളുമായി ബന്ധപ്പെട്ട് മറ്റൊരു മഹത്വം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് അർഷിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചു. 7 കൂട്ടം ആളുകൾ, അവർക്ക് അർഷിന്റെ തണലുണ്ടാകും പരലോകത്ത്. പരലോകത്തിന്റെ അവസ്ഥ എന്താ? ഒരു ചാൺമുകളിൽ സൂര്യനാണ്, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ശക്തമായ ചൂടാണ്. മനുഷ്യൻ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന രംഗമാണ്. അല്ലെ, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന രംഗമാണ്. ഒരു മനുഷ്യന് മറ്റൊരാളെ നോക്കാത്ത, ആരെയും ശ്രദ്ധിക്കാത്ത, സ്വന്തം കാര്യവുമായി മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് അള്ളാഹു ചില ആളുകൾക്ക് പ്രത്യേകമായി തണലിട്ട് കൊടുക്കുമെന്നാണ്. ആരാണവർ? 7 വിഭാഗം ആളുകൾ. അതിലൊരു മനുഷ്യനാരാ? ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വറജുലൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. വറജുലൻ, ഒരു മനുഷ്യൻ. അയാൾ ആരാ? അയാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടയാളാണെന്നാണ്. പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചയാൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഹദീസിനെ മുഖവിലക്കെടുക്കണം. നമ്മൾ പള്ളിയുമായി ബന്ധമുള്ള ആളുകളാകണം നമ്മൾ. നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാവരും വ്യത്യസ്തമായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. എല്ലാവരും ഒരേ ജോലി ചെയ്യുന്ന ആളുകളല്ല. എല്ലാവരും ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളല്ല. വ്യത്യസ്തമായ കേന്ദ്രങ്ങളുമായി, വ്യത്യസ്തമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് മനുഷ്യരൊക്കെ. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, ആ മുസ്ലിമായ മനുഷ്യനായി ആരൊക്കെയുണ്ടോ അവനെല്ലാം ബന്ധം സ്ഥാപിക്കേണ്ട കേന്ദ്രമേതാ? പള്ളിയാണ്. പള്ളിയാണ്. ആ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചാൽ വറജുലൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച മനുഷ്യൻ അവന് സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. നാളെ പരലോകത്ത് അള്ളാന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് അള്ളാഹു അവന് തണലിട്ട് കൊടുക്കുമെന്നാണ്. അള്ളാഹു ആ വിഭാഗം ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എന്തു വേണം? പള്ളികളുമായി ബന്ധം സ്ഥാപിക്കണം. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരണം. ജമാഅത്ത് നമസ്കാരം ഇല്ലാത്ത സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്നിരിക്കാം. ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? അത് റമദാനിൽ മാത്രമാണ് എന്നാണ് പല ആളുകളുടെയും ധാരണ. റമദാൻ അല്ലാത്ത സമയങ്ങളിലും പള്ളികളിൽ വന്നിരിക്കാം. അതിന് പുണ്യമുണ്ട്, അതിന് കൂലിയുണ്ട്. അതാണ് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തതഖറ ഫീ ബൈതിഹി ثم مشى الى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطواته احداهما تحط خطيئة والاخرى ترفع درجة. നീ പള്ളിയിലേക്ക് നടന്നു വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ, അല്ലേ? അല്ലെങ്കിൽ വാഹനത്തിൽ വന്ന ആൾക്കാരാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ അയാൾ പള്ളിയിലേക്ക് വരികയാണ്. എന്തിനാ വരുന്നത്? ഒരു ഫറലായ കാര്യം നിർവഹിക്കാൻ വേണ്ടി, ഒരു നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. ഇന്ന് ജുമാക്ക് വന്ന ആളുകളാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലേക്ക് നമ്മൾ വെച്ച ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് എന്നാണ് ഹദീസ്. ഓരോ കാലടിക്കും നമ്മുടെ ഒരു പാപം മായ്ക്കുന്നു, ഒരു പദവി ഉയരുന്നു. എത്ര കാലടികൾ വെച്ചുകൊണ്ടാണ്, എത്ര ദൂരം താണ്ടിയാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നത്? നോക്കൂ നിങ്ങൾ, എത്ര വലിയ പ്രതിഫലമാണ് ഒരു നേരം പള്ളിയിലേക്ക് വരുന്നതിലൂടെ. ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ചോദ്യം, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും നിങ്ങളുടെ പദവികൾ ഉയരാനും കാരണമായ ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, റസൂലേ പറഞ്ഞു തന്നാലും ബലാ യാ റസൂലല്ലാഹ്. അവൻ നബി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വുദു പൂർണ്ണമായിട്ട് എടുക്കണം.
പള്ളിയിലേക്ക് നിങ്ങൾ പോകണം, പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം. നടന്നു പോകുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ്? നടക്കാൻ സാധ്യമായ ദൂരത്താണ് എങ്കിൽ നടന്നു വരിക, അതിന് പ്രത്യേക കൂലിയുണ്ട്. ഇനി അതിന് സാധ്യമല്ലാത്ത ആളുകൾക്ക് വാഹനത്തിൽ വരാം, അതിനവർക്ക് പ്രതിഫലം കിട്ടും, സംശയമൊന്നുമില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, പള്ളികളിലേക്ക് നടന്നു വരുന്നതിന് വമ്പിച്ച പ്രതിഫലമാണ് സ്വഹീഹായ ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീത്തിലേക്കാണ് ഒരു മനുഷ്യൻ ഇരുട്ടത്ത് പള്ളിയിൽ വന്നു. ഉദാഹരണത്തിന് ഇശാ നമസ്കാരം, സുബഹി നമസ്കാരം, അത് രണ്ടും ഇരുട്ടത്തുള്ള നിസ്കാരമാണ് അല്ലേ? ആ ഇരുട്ടത്ത് എന്ത് ചെയ്തു? ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ പ്രവാചകന്റെ ഹദീത്തിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, പള്ളിയിലേക്ക് ഇരുട്ടിൽ പോകുന്ന ആളുകൾക്ക് പരലോകത്ത് സമ്പൂർണമായ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. പരലോകത്ത് എന്ത് പ്രയാസമുള്ള രംഗാണ്. അവിടെ ഒരു മനുഷ്യന് വെളിച്ചം കിട്ടും. എന്താ വേണ്ടത്? സുബഹിക്കും ഇശാൻ ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് കുറച്ച് ഒരു ലൈറ്റൊക്കെ അടിച്ച് പള്ളിയിലേക്ക് വരിക. ഞാൻ പറയുന്നത്, പള്ളികളുമായി ബന്ധപ്പെട്ട് വലിയ പുണ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിലൂടെ വലിയ പ്രതിഫലമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔറാഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? ആരെങ്കിലും രാവിലെയോ വൈകുന്നേരമോ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പോയാൽ അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്ന് തയ്യാറാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ അള്ളാഹു ഒരു വിരുന്ന്, എവിടെ? ദുനിയാവിലെ വിരുന്നല്ല, സ്വർഗത്തിൽ അള്ളാഹു ഒരു വിരുന്ന് തയ്യാറാക്കുന്ന. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? എന്താ? മല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാകാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. വലിയ പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനിയോ പള്ളിയിലേക്ക് വന്നാലോ? പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലമുണ്ട്. പള്ളിയിൽ വന്ന ഒരു മനുഷ്യൻ, അയാൾ വലതുവശത്ത് സ്വപ്പിൽ പോയിരുന്നാൽ പ്രത്യേക കൂലിയുണ്ട്. നിസാരമായ കാര്യമല്ല. പള്ളിയിലേക്ക് വന്ന ഒരാൾ, അയാൾ ആദ്യം എത്തിയാൽ ആദ്യം എന്ത് ചെയ്യണം? ബാക്കിലെ ചുമരല്ല തിരയേണ്ടത്, ഒന്നാമത്തെ സ്വപ്പിൽ വലതുവശത്ത് വന്നിരിക്കണം. അതിന് പ്രത്യേകമായ കൂലിയുണ്ട്. മനസ്സിലായോ? അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ. സ്വഫുകൾ ശരിയാക്കി നിൽക്കുക എന്നുള്ളത് പള്ളിയിൽ വന്നാൽ പ്രത്യേക കൂലിയിട്ടുന്ന കാര്യമാണ്. സ്വപ്പുകൾ ശരിയാക്കുക, സ്വപ്പുകൾ അടുപ്പിച്ച് നിൽക്കണം. ആ സ്വപ്പുകൾ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. ആരാ മലക്കുകൾ? അല്ലാഹ് പറഞ്ഞത് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. മലക്കൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. ആ മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന സമയത്ത് സ്വപ്പ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക? ചേർന്ന് നിൽക്കുക, കാലുകൾ അടുപ്പിച്ച് വെക്കുക, ചുമലുകൾ ചേർത്ത് വെക്കുക. എന്ത് പണിയുള്ളത്? അങ്ങനെ നമ്മൾ ചെയ്താൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന. ഇവിടെ യുസല്ലൂന എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്, മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിലുള്ളത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വൽ. അല്ലാഹു മലക്കുകൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ സ്വപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ അല്ലാഹു പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു റഹ്മത്ത് ചൊരിയും. മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം എന്ത് വേണം? ഏതൊരു പള്ളിയിൽ പോയാലും ഒന്നാമത്തെ സ്വപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഈ ഖുത്ബയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം അതാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട പാഠം ഇതാണ്. ഒരു പള്ളിയിലേക്ക് കയറിയാൽ നേരെ ഏറ്റവും പിറകിൽ പോയിരിക്കാതെ ഒന്നാമത്തെ സ്വപ്പിൽ വന്നിരിക്കുക. എന്തായാലും പള്ളിയിൽ വന്നതാണ്, ഒന്നാമത്തെ സ്വപ്പ് കാലിയാണെങ്കിൽ അവിടെ വന്നിരിക്കണം. അതിന് പ്രത്യേക കൂലിയുണ്ട്, ഒഴിവാക്കരുത്. മനസ്സിലായില്ലേ? കാരണം എന്താ? ആ നന്മകൾ നേടിയെടുക്കാനാണ് നമ്മുടെ ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമുക്ക് ജീവിതവും മരണവും നൽകിയത്. അതുകൊണ്ട് എന്ത് വേണം? സമയം കിട്ടുമ്പോഴൊക്കെ നന്മകൾ ചെയ്യണം. പള്ളിയിൽ വന്നാൽ ആദ്യം ഒന്നാമത്തെ സ്വപ്പ്, ഒന്നാമത്തെ പൂർത്തിയായാൽ രണ്ടാമത്തെ സ്വപ്പ്. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്വപ്പുകൾ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ ആദ്യം വലതുവശം. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ പള്ളികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വലിയ പുണ്യങ്ങളാണ്. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനം വൃത്തിയാക്കിയിട്ടുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളതിന് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഹദീസിലൊരു പ്രയോഗമുണ്ട്, ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിനെ കുറിച്ചാണ് ആ പ്രയോഗം. ആ പെണ്ണിനെ ഹദീസിലെ പ്രയോഗം സൗദ എന്നാണ്, മർഅത്തുൻ സൗദ, ഒരു കറുത്ത പെണ്ണ് എന്നാണ് പ്രയോഗം, ഒരു കറുത്ത സ്ത്രീ. ആ പെണ്ണിന്റെ പേര് നമുക്കറിയില്ല, ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ്. പക്ഷെ ആ പെണ്ണിനെ ലോകം ഓർക്കുകയാണ്. എങ്ങനെ ഓർക്കണം എന്നറിയോ? ആ പെണ്ണ് മരണപ്പെട്ടു. സ്വഹാബികൾ അവരുടെ മയ്യത്ത് മറമാടി. നബി ചോദിച്ചു, ഇവിടെ നമ്മുടെ പള്ളി അടിച്ചു വാരിയിരുന്ന, പള്ളി വൃത്തിയാക്കിയിരുന്ന ആ കറുത്ത സ്ത്രീ എവിടെ എന്ന് നബിയുടെ ചോദ്യം. അപ്പം അവർ പറഞ്ഞു, നബി അവർ മരിച്ചു. അതുകൊണ്ട് തന്നെ ജനാസ സംസ്കരണം വേഗത്തിലാക്കാൻ നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ വേഗം ചെയ്തു, ജനാസ മറമാടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ആ മഹദിയുടെ ഖബർ കാണിച്ചു തരാൻ. ആ ഖബറിൻ്റെ സമീപത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു, അവർക്ക് വേണ്ടി നിസ്കരിച്ചു. നോക്കൂ നിങ്ങൾ അവരുടെ മഹത്വം എത്രയാണ്. പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ. അപ്പം പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. നമ്മളിൽ പല ആളുകളും അറിയാതെ പള്ളി വൃത്തികേടാക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പള്ളിയിൽ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കൈകൊണ്ട് കാലിലെ തോലൊക്കെ വലിക്കും, എന്നിട്ട് പള്ളിയിൽ തന്നെ ഇടുന്ന ആൾക്കാരുണ്ട്. നഖങ്ങനെ കൈകൊണ്ട് വലിച്ച് പള്ളിയിൽ തന്നെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. നമ്മൾ അങ്ങനെ ആകേണ്ട ആൾക്കാരല്ല. പള്ളി വൃത്തിയാക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം, പള്ളി നന്നാക്കുന്ന ആളുകളായി മാറണം. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതേ മഹല്ലിൽ ഇവിടെയുള്ള ആൾക്കാരല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളി ഉണ്ടാകും. ആ പള്ളികളിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള ദിവസം വ്യാഴാഴ്ച നമുക്ക് ആ പള്ളിയൊന്ന് വൃത്തിയാക്കാൻ കൂടിക്കൊടുക്കുക. നമ്മളൊക്കെ ധാരണ എന്താ, പള്ളിയിൽ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ അയാളുടെ പണിയാണെന്നാ. സഹോദരങ്ങളെ, അയാൾ ചെയ്താൽ അയാൾക്ക് അല്ലാതെ പ്രതിഫലം കിട്ടും. നമ്മൾ പള്ളി വൃത്തിയാക്കുന്ന ആളുകളായി മാറിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ടാകും. അള്ളാഹു നമുക്ക് നൽകുന്ന അവസരമാണ് ഒരു പള്ളി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുക എന്നുള്ളത്. ആ പള്ളി ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കാൻ, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന നന്മകളെല്ലാം നേടിയെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പള്ളി നമുക്കുള്ള നന്മയുടെ വാതിലാണ്. നമസ്കരിക്കാൻ, പുണ്യങ്ങൾ നേടിയെടുക്കാൻ, പഠിക്കാൻ ഒരുപാട് നന്മയുടെ വാതിലാണ്. ആ വാതിലിനെ ഉപയോഗപ്പെടുത്തുന്ന നല്ല വിശ്വാസികളായി നമ്മൾ മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുള്ളത് റജബ് മാസത്തിലാണ്. പരിശുദ്ധ ഇസ്ലാമിൽ റജബ് മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് റജബ് മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്നുള്ളത്. റജബ് മാസത്തിൻ്റെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. 4 മാസങ്ങൾ പവിത്രമാണ്. ആ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന് പ്രത്യേകത ഉണ്ട്. ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് വലിയ കുറ്റമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ ഹുറുമത്ത്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ കാണണം. അതുകൊണ്ട് പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വിശ്വാസികൾ ഈ സമയം മനസ്സിലാക്കണം. എന്നിട്ട് കഴിവിൻ്റെ പരമാവധി വാജിബുകൾ, നിർബന്ധമായ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല, വീഴ്ച വരുത്താൻ പാടില്ല. നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? വാജിബായ ഒരു കാര്യം ഉപേക്ഷ വരുത്താൻ പാടില്ല. സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം. അതാണ് റജബ് മാസത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാൽ അതിൻ്റെ കൂടെ റജബ് മാസത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യിപ്പിക്കാറുണ്ട്. നബിയും സ്വഹാബത്തൊന്നും കാണിച്ചു തരാത്ത പലതും. ഉദാഹരണം മിഅ്റാജിൻ്റെ നോമ്പ്. മിഅ്റാജിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും യാത്ര നമുക്കറിയാം. ആകാശാരോഹണ യാത്ര, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. അപ്പം ആ യാത്ര നടന്നത് റജബിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം നോമ്പ് നോൽക്കണം എന്ന് മനസ്സിലാക്കുന്ന, അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ യാത്ര നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് നോറ്റിട്ടില്ല. ആ യാത്ര നടത്തിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകളോട് പറഞ്ഞ ഉടൻ എല്ലാവരും അവിശ്വസിച്ചു. എല്ലാവരും പറഞ്ഞു, ശരിയല്ല, മുഹമ്മദ് കളവ് പറയാണ്.
ഒറ്റ രാത്രി കൊണ്ട് ആകാശത്ത് പോയി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു. കളവാണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? അത് സത്യമാണെന്നാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിഅ്റാജിന് നോമ്പ് നോറ്റിട്ടില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഇവരാരും ഈ നോമ്പ് നോറ്റിട്ടില്ല. കാരണം എന്താ? അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പണ്ഡിതന്മാരത് വളരെ വിശാലമായി വിശദീകരിച്ചത്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് ആ റജബ് മാസത്തിൽ മിഅ്റാജിൻ്റെ നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ചില ആളുകൾ റജബിൽ പ്രത്യേകമായ ഉംറ ചെയ്യും. റജബിൽ പ്രത്യേകമായൊരു ആരാധനയില്ല. എന്നാൽ ഉള്ള ആരാധനകൾ അത് ഗൗരവത്തോടെ കാണണം നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഉള്ള ആരാധനകൾ നമ്മൾ പ്രത്യേകമായി കാണണം. അതുകൊണ്ട് തന്നെ റജബിലെ ബിദ്അത്തുകൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം സൂറത്ത് മുൽക്ക് റജബിൻ്റെ 1-ാമത്തെ ദിവസം സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യണം. ചില ആൾക്കാർ പറയാറുണ്ട്. പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥനകൾ അതൊന്നുമില്ല. അതൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. നമ്മൾ ദീനിൽ ഉള്ളത് ചെയ്യുക, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. നാളെ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാകണം. അതാണ് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാകട്ടെ സഹോദരങ്ങളെ, അത് ദീനിലുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ചെയ്യുക. അപ്പോഴാണ് പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ധാരാളം ദമ്പതികളുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതമാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് മഈഷത്തിനുള്ള നല്ല വഴികൾ തെളിയിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.